നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബുംറ ഇല്ലാതെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോളിംഗ് നേരെ പകുതിയായി. പിന്നെ ഇപ്പോഴുള്ള ഒരു വലിയ പ്രശ്നം എന്താണ്, ഇന്ത്യൻ സ്പിന്നേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പിച്ചിൽ പോലും ഇപ്പൊ ജഡേജ കഴിഞ്ഞ 6 മാച്ചാണ് നമ്മൾ ഈ സീസണിൽ ODI കളിച്ചത്. സൗത്ത് ആഫ്രിക്കക്കെതിരെ 3 ഇവർക്കെതിരെ 3. 6 മാച്ചിൽ 1 വിക്കറ്റാണ് ജഡേജ എടുത്തിട്ടുള്ളത്. അതിൽ 6 മാച്ചിലും ബെസ്റ്റ് ഇക്കോണമി റേറ്റ് 5.5. ഇപ്പൊ പണ്ട് ജഡേജ വിക്കറ്റ് എടുക്കില്ലെങ്കിൽ റൺ കൊടുക്കില്ല. 10 ഓവറിൽ 40 റണ്ണൊക്കെ കൊടുക്കും. ഇപ്പൊ റണ്ണും കൊടുക്കുന്നുണ്ട്, വിക്കറ്റും എടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ കുൽദീപ് യാദവ് 3 വിക്കറ്റ് എടുത്തു, പക്ഷെ എക്കോണമി റേറ്റ് 7.3 ഒറ്റ. T20 എക്കോണമി റേറ്റിലാണ് ബോൾ ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ കുൽദീപിന് സ്വന്തം മെത്തേഡ് ട്രസ്റ്റ് ചെയ്യാത്ത പോലത്തെ ഒരു സാഹചര്യം ഇപ്പൊ നമ്മൾ കാണുന്നത്. കുൽദീപ് ഒരു വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ബോളർ, വിക്കറ്റ് എടുക്കാൻ വേണ്ടി എറിയണ ഒരു ബോളർ. പക്ഷെ ഇന്നലെയൊക്കെ പലപ്പോഴും ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഫാസ്റ്റ് ആയിട്ട് എറിയാൻ നോക്കുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് എറിയുക. അതല്ല കുൽദീപിന്റെ കളി. അപ്പൊ തനിക്ക് ഇനിയിപ്പോ ടീം മാനേജ്മെന്റ് എന്നുള്ള പ്രഷറാണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുൽദീപിന് ശരിക്കും വിക്കറ്റ് എടുക്കണമെങ്കിൽ ബോൾ ഫ്ലൈറ്റ് ചെയ്ത് തന്റെ ആ സ്കിൽസ് ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ കളിക്കണം. അപ്പൊ ആ ഒരു വലിയൊരു വ്യത്യാസം. ന്യൂസിലൻഡിന്റെ ജെയ്ഡൻ ലെനക്സ് ഒരു അനുഭവം ഇല്ലാത്ത, അന്താരാഷ്ട്രീയ ക്രിക്കറ്റിൽ ഒരു അനുഭവം ഇല്ലാത്ത കളിക്കാരനാണ്. പക്ഷെ ഈ സീരീസിലെ എക്കോണമി റേറ്റ് 4.2 ആയിരുന്നു. നമ്മുടെ 2 വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാർ 6ന്റെ മേലെ പോകുമ്പോ ലെനക്സ് 3 വിക്കറ്റും എടുത്തു, 4.2 ഇതും.